ഹലോ എവറി വൺ, ഇറ്റ്സ് മീ ഫിറോ ബാക്ക് അഗൈൻ. ഇന്ന് Jan 31st 2026. 2026 ഓൾറെഡി ഒരു മാസം അങ്ങ് കഴിഞ്ഞു പോയി. എന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെ ഒരുമാതിരി ലാസ്റ്റ് വീക്ക് സെലിബ്രേറ്റ് ചെയ്തോ എനിക്ക് തോന്നുന്നത്. വാട്ട് എവർ, ടൈം ഈസ് ഫ്ലൈങ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇറ്റ്സ് അബൌട്ട് എ ടേം ഇൻ സൈക്കോളജി. ഇറ്റ്സ് കോൾഡ് JTC എന്ന് വെച്ചാൽ ജമ്പിങ് ടു കൺക്ലൂഷൻ ബയസ്. അപ്പം ഇന്ന് ഈ ടോപ്പിക്കിനെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഇന്ന് വെറുതെ ഫേസ്ബുക്കിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഗ്രോസറി സ്റ്റോറിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയോ ആ കാർ നേരെ കടയുടെ ഉള്ളിലേക്ക് ഇടിച്ച് കയറി ഇരിക്കുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ആരും എടുത്തിട്ടു, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ഈ സാധനം പോസ്റ്റ് ചെയ്തൊരു വിതിൻ 1 hour ആണ് ഞാൻ ഈ പോസ്റ്റ് കാണുന്നത്. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഒരു 200-250 കമന്റുകൾ എന്നെ താഴെ വന്നു. അപ്പോൾ ഞാൻ ഇതിലൂടെ എല്ലാം പോയപ്പം ആൾക്കാർ ഇടുന്ന ഓരോ ടൈപ്പ് കമന്റാണ്. ഒബിയസ്ലി ഒരു കമന്റ് ഇതാണ്, ഒബിയസ്ലി അവൻ ഇമിഗ്രന്റ് ആയിരിക്കും, അവൻ്റെ നാട്ടിലത്തെ ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ച് ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്തു, വണ്ടി ഇടിച്ചു. രണ്ടാമത്തെ കമന്റ്, അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ തന്നെ ഫോണിൽ നോക്കി എന്തോ കാണിച്ചു, കൺട്രോൾ പോയി, വണ്ടി ഇടിച്ചു. മൂന്നാമത്തെ കമന്റ്, ഒബിയസ്ലി അവൻ ഡ്രങ്ക് ആയിരുന്നു, കുടിച്ചിട്ടുണ്ടായിരുന്നു, ബോധമില്ലായിരുന്നു, വണ്ടി ഇടിച്ചു. പിന്നെ കഞ്ചാവായിരുന്നു, വണ്ടി ഇടിച്ചു. പിന്നെയുള്ള കമന്റ് എന്തുവാ, നാട്ടിൽ നിയമമൊന്നും ഇല്ലാത്ത നാട്ടിൽ വണ്ടി ഓടിച്ച് പഠിച്ചവൻ ഇവിടെ വന്നു ഓടിച്ചു, കടയ്ക്കുള്ളിലേക്ക് ഇടിച്ച് കയറി, വണ്ടി ഇടിച്ചു. പിന്നെയുള്ള കമന്റ്, ഓക്കെ എന്താ പറയുക, ബ്രേക്ക് ആണെന്ന് ഓർത്ത് ആക്സിലേറ്റർ ചവിട്ടി, കൺട്രോൾ പോയി, ഇടിച്ച് കയറി, വണ്ടി അടിച്ചു. പിന്നെ കുറേ പേര് അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എന്ന് വെച്ചാൽ 250 കമന്റിൽ എനിക്കൊന്നൊരു 98% ഇങ്ങനെയാണ്. കുറേ പേര് ഇമിഗ്രൻസിനെ കുറ്റം പറയുന്നു, കാരണം കുറേ പേര് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇമിഗ്രൻസിനെ തല കെട്ടി വെക്കാൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം എന്താട്ടെ, അപ്പം ഇതിൽ 2-3 പേര് പറഞ്ഞു ഇങ്ങനെയാണ്, ആർക്കൊന്നും പറ്റിയില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്ന കുറേ ആൾക്കാരല്ല, കുറച്ച് പേര്. അപ്പം ഞാൻ പറഞ്ഞാൽ ബാക്കി 98%ഉം ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടതേ അവരൊരു കൺക്ലൂഷനിലെത്തി. എന്ന് വെച്ചാൽ ഇന്ന കാരണം കൊണ്ടാണ് ഈ വണ്ടി ഇടിച്ചതെന്ന് ഓൾറെഡി കൺക്ലൂഷനിലെത്തി. ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്തപ്പം കിട്ടിയ ടേമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റി സൈക്കോളജിയിലുള്ള ഒരു ടേമാണ് JTC, ജമ്പിങ് ടു കൺക്ലൂഷൻ ബയസ്. എന്ന് വെച്ചാൽ വളരെ ലിറ്റിൽ എവിഡൻസ് വെച്ച് ഒരു കാര്യത്തിന് കൺക്ലൂഷനിലേക്ക് ചാടുന്നതിനെയാണ് JTC എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നതെന്നറിയാം, ഇതിന് 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ കെയർലെസ്നെസ്, ഈ മുമ്പ് പറഞ്ഞ എന്തെങ്കിലും കാരണം ഇടിച്ച് ചെറുതായിരിക്കും. അതേപോലെ ഈ ഡ്രൈവർക്ക് ഒരു ഫീച്ചർ വന്നാണല്ലോ, ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ആൾക്ക് പെട്ടെന്ന് ഒരു ഫീച്ചർ വന്നു, പുള്ളി തന്നെ അറിയാതെ. എന്ന് വെച്ചാൽ ഫീച്ചർ വരുമ്പോൾ നമുക്ക് ബോഡിക്ക് കൺട്രോൾ ഇല്ലല്ലോ, അപ്പോൾ ആക്സിലേറ്റർ ചവിട്ടി ഇടിച്ച് കയറി ആക്സിഡന്റ് ആയിക്കൂടെ? അതിന് ചാൻസ് ഇല്ലെന്ന് പറയാൻ പറ്റുമല്ലോ. ചിലപ്പോൾ അവർ പറഞ്ഞ ഏതെങ്കിലും കാരണമായിരിക്കും, അതുമൂലമായിരിക്കും ഈ ആക്സിഡന്റ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത്, ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കണ്ടു എന്ന് വെച്ച് അതിലേക്ക് നമ്മൾ ഉടനടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. അതിന് പല പല കാരണങ്ങളാണ്. അപ്പം നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ടതിൻ്റെ ബേസിൽ ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കണ്ടു, അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു കൺക്ലൂഷനിലേക്ക് എടുത്ത് ചാടുന്ന ആളാണെങ്കിൽ, എന്ന് വെച്ചാൽ വെരി ലിറ്റിൽ എവിഡൻസ് അല്ലെങ്കിൽ എവിഡൻസ് ഒന്നും ഇല്ലാതെ വെറുതെ ഒരു കൺക്ലൂഷനിലേക്ക് ചാടുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ ഈ സ്വഭാവത്തിന് സൈക്കോളജിയുടെ ടേം ഉണ്ട്, അതാണ് JTC, ജമ്പിങ് ടു കൺക്ലൂഷൻ ബയസ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഹൈ കിറ്റി. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് ഐ വിൽ കം ബാക്ക് ലേറ്റർ. സിയാ.